കണ്ണൂരിൽ ഒരു കൂട്ടം വഴിയോര കച്ചവടക്കാർ മറ്റ് സംഘടനകളിൽ നിന്ന് രാജിവെച്ച് INTUC-യിൽ ചേർന്നു. വഴിയോര കച്ചവടക്കാരെ സംരക്ഷിക്കാൻ എടുത്ത ശക്തമായ നിലപാടിനെ തുടർന്നാണ് ഈ കൂടുമാറ്റം. കോർപ്പറേഷനിലെ UDF ഭരണ നേതൃത്വത്തെ വരെ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം വിമർശിച്ചിരുന്നു. കോൺഗ്രസ് നേതാക്കളെ അടക്കം പങ്കെടുപ്പിച്ച് രാജിവെച്ചെത്തിയവർക്ക് സ്വീകരണവും ഒരുക്കി. കണ്ണൂർ കോർപ്പറേഷനിൽ കിരാതഭരണമാണ് നടക്കുന്നതെന്ന ആക്ഷേപം INTUC ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം ഉയർത്തിയത് വലിയ വിവാദമായിരുന്നു. ഇതിനെതിരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും മേയറും ഉൾപ്പെടെയുള്ളവർ രംഗത്തു വരികയും പാർട്ടിക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ കോൺഗ്രസ് നേതാക്കളെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടാണ് INTUC ഇതിന് മറുപടി നൽകിയത്. 60ഓളം വഴിയോര കച്ചവട തൊഴിലാളികൾ വിവിധ സംഘടനകളിൽ നിന്നും രാജിവെച്ച് ഫൈസൽ മാലോട്ടിന്റെ നേതൃത്വത്തിൽ INTUC-യിൽ അംഗത്വം എടുത്തതായി നേതാക്കൾ പറഞ്ഞു. ഇവർക്ക് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ സ്വീകരണവും ഒരുക്കി. KPCC അംഗം രാജീവൻ എളിയാവൂരാണ് ഉദ്ഘാടനം ചെയ്തത്. പാവപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും എക്കാലത്തും സംരക്ഷിച്ചു പോന്നിട്ടുള്ള പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നും തൊഴിലാളികൾക്ക് വേണ്ടി പോരാടിയ ചരിത്രമാണ് INTUC-ക്കുള്ളതെന്നും രാജീവൻ എളിയാവൂർ പറഞ്ഞു. ഒരു കോർപ്പറേറ്റുകാരുടെ മുന്നിൽ മുട്ടുമടക്കാൻ വേണ്ടി INTUC-യുടെ ആർജവം നേതാക്കന്മാർ തയ്യാറായിട്ടില്ല. അതാണ് തൊഴിലാളികളുടെ ആത്മവിശ്വാസം. ഒരു ഭരണകൂടത്തിന്റെ മുന്നിലും ഏത് ഭരണകൂടം ഭരിക്കുമ്പോഴും തൊഴിലാളികളെ പ്രയാസപ്പെടുന്ന പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ, അവരുടെ തൊഴിലില്ലാതെ പ്രശ്നം കടന്നു വരുമ്പോ, അവരുടെ തൊഴിൽ സുരക്ഷ ഭീഷണിയായി വരുമ്പോ അതിന് മുന്നിൽ ആത്മത്തോടെ പോരാടാൻ അന്നും എന്നും നിലകൊണ്ടൊരു പ്രസ്ഥാനം INTUC-യാണ്. ആ INTUC-ക്ക് ആത്മത്തോടെ തൊഴിലാളി പാവപ്പെട്ട തൊഴിലാളികളെ തൊഴിൽ സംരക്ഷിക്കണം. അവരാണ് ഈ നാടിന്റെ ജീവായുസ്. അവരില്ലാതായാൽ ഈ നാടില്ല. ആ പാവപ്പെട്ടവരുടെ കഷ്ടപ്പാടിന്റെ വിയർപ്പിന്റെ വിലകളാണ് ഇന്ന് രാജ്യം അനുഭവിക്കുന്ന എല്ലാ നേട്ടങ്ങളും. അതുകൊണ്ട് തൊഴിലാളികളെ വഞ്ചിച്ചു, തൊഴിലാളികളെ പ്രയാസപ്പെടുത്തി, അവരെ വഴിയാധാരമാക്കി, അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും അതെല്ലാം നിഷേധിച്ച്, അവർക്ക് ആരും ചോദിക്കാനില്ല, ആരും പറയാനില്ല, അവരെ ആര് ചോദിച്ചാലും ആര് പറഞ്ഞാലും അതിനകത്ത് വേറെ വിഷയമില്ല എന്ന് പറയുന്ന സമീപനം കൈക്കൊണ്ട് പോയാൽ അത് ആർക്കും മോഷണമില്ല എന്ന കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കാം. INTUC എന്നും തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ശബ്ദിച്ചിട്ടുള്ളതെന്നും ഭരണാധികാരികൾ തെറ്റ് ചെയ്താൽ അത് ചൂണ്ടിക്കാട്ടുക എന്നത് സംഘടനയുടെ ഉത്തരവാദിത്വമാണെന്നും സ്ട്രീറ്റ് വെൻഡേഴ്സ് ആക്ട് 2014 എന്ന പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് INTUC ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടവും പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഹൃദയത്തിലിരിക്കുന്ന, ഇന്ത്യ രാജ്യത്തെ അഭിമാനകരമായി പ്രവർത്തിക്കുന്ന INTUC അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ സംഘടന എക്കാലത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അഭിമാനമായിരുന്നു. എല്ലാ കാലഘട്ടത്തിലും INTUC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തമായി സഹായിച്ചുകൊണ്ട് പിന്തുണ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു സംഘടനയാണ്. ഈ സംഘടന എന്ന് പറയുന്നത് ഫ്രണ്ടൽ ഓർഗനൈസേഷൻ, അത് ഒന്നാമത് പേര് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഘടനയാണ്. LDF-ന് ഭരണം നഷ്ടമായത് തൊഴിലാളി വിരുദ്ധ സമീപനത്തിന്റെ പരിണിത ഫലമാണ്. ഇത് എല്ലാവരും ഓർക്കുന്നത് നന്നായിരിക്കുമെന്നും INTUC മുന്നറിയിപ്പ് നൽകി. മുഖ്യപ്രഭാഷണം നടത്തിയ DCC ജനറൽ സെക്രട്ടറി MK മോഹനൻ കോർപ്പറേഷന്റെ നടപടികളെ വിമർശിച്ചു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് M പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി AT നിഷാദ്, UK ജലജ, ഷമീർ പള്ളിപ്രം, ഷിൻഡോ P ജോർജ്, കട്ടേരി പ്രകാശൻ, P അനൂപ്, KC ഉല്ലാസൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.